ഡോളറിന്റെ ഇടിവും US ചൈന വ്യാപാര യുദ്ധം രൂക്ഷമാവുകയും ചെയ്തതോടെ രാജ്യാന്തര സ്വർണം റെക്കോർഡ് തകർത്ത് കുതിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി രാജ്യാന്തര സ്വർണ്ണവില $3200 കടന്നു. വ്യാപാരത്തിനിടെ $3219 വരെ എത്തുകയും ചെയ്തു. രാജ്യാന്തര വിലയുടെ ചുവട് പിടിച്ച് കേരളത്തിലും സ്വർണ്ണവില റെക്കോർഡ് തകർത്ത് മുന്നേറുകയാണ്. ഇന്ന് ഗ്രാം വില 185 രൂപ ഉയർന്ന് 8745 രൂപയിലും പവൻ വില 1480 രൂപ കൂടി രൂപയിലും എത്തി. ഇന്നലെ കേരളത്തിൽ ഗ്രാമിന് ഒറ്റയടിക്ക് 270 രൂപയും പവന് 2160 രൂപയും കൂടിയിരുന്നു. ഒറ്റ ദിവസം ഇത്രയും വില ഉയരുന്നത് ഇതാദ്യമായിരുന്നു. തുടർച്ചയായ 3 ദിവസത്തിൽ കേരളത്തിലെ സ്വർണ്ണ വിലയിലുണ്ടായത് 4140 രൂപയുടെ വർധനയായിരുന്നു. 18 കാരറ്റ് സ്വർണ്ണ വിലയും ഗ്രാമിന് 150 രൂപ ഉയർന്ന് 7200 രൂപയിലെത്തി. വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 105 രൂപയിലാണ് ഇന്ന് വ്യാപാരം. ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 69,960 രൂപയാണ്. എന്നാൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണം വാങ്ങാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. ഇന്നത്തെ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി. സ്വർണത്തിനും പണിക്കൂലിക്കും 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് 75,000 രൂപയാകും. ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസമുണ്ടാവുമെന്നും മറക്കരുത്. ഇത് സ്വർണ്ണവിലയിലും പ്രതിഫലിക്കും. സീസൺ കാലമായതിനാൽ സ്വർണം വാങ്ങുന്നവരും വ്യാപാരികളും ഒരുപോലെ ആശങ്കയിലാണ്. കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള ആവശ്യം കൂടിയതും ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷകളും മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ അസ്ഥിരത, സ്വർണ്ണ അധിഷ്ഠിത എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലേക്കുള്ള ഉയർന്ന പണമൊഴുക്ക് എന്നിവയാണ് ഈ വർഷം സ്വർണത്തിൽ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത്. അതിനൊപ്പം ട്രംപിന്റെ ചുങ്ക നടപടികൾ കൂടി വന്നതോടെ വില വർധന കൈപ്പിടിയിൽ നിൽക്കാതെയായി. ലോക സാമ്പത്തിക ശക്തികളായ USഉം ചൈനയും തമ്മിലുള്ള കൊമ്പുകോർക്കൽ പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ആഗോള വിപണികളിലും അതിന്റെ അസ്വസ്ഥത പടരുകയാണ്. US സാമ്പത്തിക രംഗം തകർച്ചയിലേക്കെന്ന നിഗമനങ്ങളാണ് ഡോളറിനെയും വല്ലാതെ ബാധിക്കുന്നത്. US കടപ്പത്രങ്ങളും മറ്റും വിറ്റൊഴിഞ്ഞ് നിക്ഷേപകർ സ്വിസ് ഫ്രാങ്ക്, യെൻ, യൂറോ തുടങ്ങിയ സുരക്ഷിത താവളങ്ങളിലേക്ക് ചേക്കേറുന്നത് ഡോളറിനെ 2022 ശേഷമുള്ള ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. താരിഫ് വർധന പ്രഖ്യാപിച്ചതിന് ശേഷം 2% ഇടിവാണ് ഡോളറിലുണ്ടായത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം 7%, ഇന്ത്യ ഉൾപ്പെടെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്ക് മേലും ഏർപ്പെടുത്തിയ പകരച്ചുങ്കം നടപ്പാക്കുന്നത് ജൂലൈ 9 വരെ ട്രംപ് മരവിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചൈനയ്ക്ക് ഇളവില്ല. 145% ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കം. തിരിച്ച് ചൈന USന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് 84%. ചൈനയ്ക്ക് മേൽ ഉപരോധ നീക്കത്തിനും US പദ്ധതിയിടുന്നുണ്ട്. ഇതിനിടെ ചൈനയുടെ കൈവശമുള്ള US കടപ്പത്രങ്ങൾ വിൽക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അങ്ങനെ വന്നാൽ അത് US സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിക്കും. ജപ്പാൻ കഴിഞ്ഞാൽ US ട്രഷറി ബോണ്ടുകൾ ഏറ്റവും കൂടുതലുള്ളത് ചൈനയുടെ കൈവശമാണ്. USൽ ഇന്നലെ പുറത്തു വന്ന മാർച്ചിലെ ഉപഭോക്തൃ വില സൂചികയിൽ അപ്രതീക്ഷിതമായ ഇടിവുണ്ടായി. പക്ഷേ ചൈനയ്ക്ക് മേലുള്ള ട്രംപിന്റെ ചുങ്കവർധന പണപ്പെരുപ്പ ഭീതിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇത് US ഫെഡറൽ റിസർവിനെ ജൂണിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ പ്രേരിപ്പിക്കുമെന്ന നിഗമനത്തിലേക്ക് നിക്ഷേപകരെ എത്തിക്കുന്നുണ്ട്. ഈ വർഷം മൊത്തം 1% കുറവാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ സ്വർണ്ണവിലയ്ക്ക് വീണ്ടും കുതിപ്പ് പകരും.